PMA ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ തുള്ളിമഴ പോലൊരു സ്നേഹമേ എന്നൊരു അധ്യായമുണ്ട്. ഇതിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംഭവം പലതരത്തിലായിക്കൊണ്ട് പലപ്പോഴായിട്ട് നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഗഫൂർ ഈ സംഭവം ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ്. 107 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ക്ലാർക്ക് എന്ന ഒരു പാവം മനുഷ്യന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. 9 മക്കളാണ് അദ്ദേഹത്തിന്. കുടുംബം പോറ്റാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കുടിയേറണം എന്നാണ് ക്ലാർക്കിൻ്റെ സ്വപ്നം. മൂത്ത മകനും തനിക്കും അവിടെ കുറച്ചുകൂടെ നല്ല എന്തെങ്കിലും ജോലി കിട്ടും, 10 പേർക്കും സമാധാനമായിട്ട് അല്പം ആശ്വാസത്തോടുകൂടി ജീവിക്കാൻ അത് മതിയാകും എന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പക്ഷെ അമേരിക്കയിലേക്ക് പോകാനുള്ള യാത്രാ ചെലവ് വലിയതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പം സ്വരുക്കൂട്ടാൻ കഴിയുന്നതല്ല. എന്നാലും അദ്ദേഹം രാത്രിയും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് അതിനുള്ള പണം സ്വരുക്കൂട്ടി. പക്ഷേ വിധി എന്ന് പറയാം, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇളയ മകനെ തെരുവുനായ കടിച്ചു. തെരുവുനായ കടിച്ചാൽ ഒന്നുകിൽ പേ ഇളകും, അല്ലെങ്കിൽ പ്ലേഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് നിർദ്ദേശം വന്നു. ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. അദ്ദേഹം തൻ്റെ മകനെ ഒരു കരുണയുമില്ലാതെ ശാസിച്ചു. ഓരോരോ കാരണങ്ങളുണ്ടാക്കി തൻ്റെ യാത്ര മുടക്കിയ ദൈവത്തെ ശപിച്ചു. അങ്ങനെ തന്നെയും തൻ്റെ മക്കളെയും വഹിച്ചു കൊണ്ടുപോകാനുള്ള കപ്പൽ തങ്ങളില്ലാതെ മറ്റു കുറേ മനുഷ്യരെയും കൊണ്ട് ഇംഗ്ലണ്ട് തീരം വിട്ടു. അമേരിക്കയിൽ അടുക്കുന്ന ആ കപ്പൽ തലൊരു അസൂയോട് കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ കാണുകയാണ്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കപ്പൽ അമേരിക്കൻ തീരത്തടുത്തില്ല. പകരം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 1800ഓളം യാത്രക്കാരെയുമായി ആ കപ്പൽ മുങ്ങിത്താണു. വാർത്ത കേട്ട് ക്ലാർക്ക് ഞെട്ടിത്തരിച്ചുപോയി. തൻ്റെ മക്കളെയെല്ലാം ചേർത്ത് പിടിച്ച് അദ്ദേഹം പൊട്ടി പൊട്ടി കരയാണ്. ദൈവത്തെ ശപിച്ച ശാപവാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് വീണ്ടും വീണ്ടും തകട്ടി വന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് കണ്ണുനീര് വാർത്ത് മാപ്പപേക്ഷിക്കുകയാണ്. ആ മഹാദുരന്തത്തിലേക്ക് ചെന്നടഞ്ഞ കപ്പലിൻ്റെ പേര് ക്ലാർക്ക് ഒരിക്കൽ കൂടി വായിച്ചു: ടൈറ്റാനിക്. ഒരിളം കുഞ്ഞിനോടെന്ന പോലെ എത്ര അലിവോടെയാണ് അവൻ നമ്മെ കാത്തുപോരുന്നത്. ആ മഹാസാന്നിധ്യത്തെ മറന്ന് പിന്നെയും പിന്നെയും നാം ഇടറിപ്പോകുമ്പോഴൊക്കെയും എത്ര കനിവോടെയാണ് അവൻ നമുക്ക് മാപ്പ് തരുന്നത്. വിജയവും വിപത്തും അവൻ്റെ തീരുമാനമായിരുന്നു. അവൻ്റെ തീരുമാനങ്ങളാണ് ശരി. ഒരു സ്പൂണിലെടുക്കാവുന്നത്രയും വെള്ളത്തുള്ളിയെ എന്നീ കാണുന്ന പരുവത്തിൽ നമ്മളാക്കിയത് അവനാണ്. അവൻ നമ്മുടെ ഭിക്ഷാപാത്രത്തിലിട്ട് തരുന്ന നാണയത്തൊട്ടുകളാണ് നമ്മുടെ ജീവിതം. എപ്പോഴും എന്നും നമ്മെ കാത്തുപോന്ന ആ പടച്ച തമ്പുരാൻ ഇന്നും ഇപ്പോഴുമുണ്ട്. പ്രാർത്ഥനകളിൽ എപ്പോഴും നിറഞ്ഞിരിക്കേണ്ടത് ആ പടച്ച തമ്പുരാനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. എൻ്റെ നാഥ, വിചാരിക്കാത്ത നേരത്ത് വിസ്മയമുള്ള അനുഭവങ്ങളായി എന്നിലേക്കെത്തിയ സ്നേഹിതനാണ് നീ. വാതിലുകളെല്ലാം അടഞ്ഞപ്പോഴും ഒരു കിളിവാതിൽ എനിക്കായി തുറന്നിട്ടതും നീയാണ്. കണ്ണീരിൻ്റെ വക്കിൽ നിന്ന് എത്രയോ വട്ടം കോരിയെടുത്ത കാരുണ്യം നിന്റേതാണ്. ഉണങ്ങിപ്പോയ നേരത്ത് ഉള്ളാകെ തണുപ്പിച്ച തുള്ളിമഴ പോലൊരു വാത്സല്യം പകർന്നവനെ, എൻ്റെ നാഥ, ഞാൻ നിന്നെ കൈവിട്ടുപോയാലും നീ എന്നെ കൈവിടരുതേ.